മഞ്ജു പിള്ള അവരുടെ മകള് ദയാ സുജിത്ത് അവരുടെ ഒരു വസ്ത്രധാരണയാണ് ഇപ്പം ഇങ്ങനെ വിവാദമായിട്ട് നടക്കുന്നത്. ഇതില് ചില കാര്യങ്ങള്, അതായത് ഈ ഷഫീന ബീവിയാണ് ഈ വിഷയം എടുത്ത് പുറത്തിട്ടത്. അവര് പറഞ്ഞ ചില കാര്യങ്ങളിലോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല. ഒരാൾ എന്തിടണം എന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അതിന്റെ അകത്ത് വേറൊരാൾക്ക് കയറി കൈ കടത്താനുള്ള അവകാശം ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. ഞാൻ എന്തിടണം എന്ന് തീരുമാനിക്കാൻ ഞാനാ. അതിന്റെ അകത്ത് വേറൊരാൾ വന്നിട്ട് ഇത് ഇടാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയും. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പോയി പറയണമെന്നുണ്ടെങ്കിൽ ആരോടാ പറയണ്ടേന്ന് അറിയാം. സ്വന്തം ബെനിഫിറ്റിന് വേണ്ടിയിട്ട് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം തുറന്നു വെച്ചിട്ട് അതിന്റെ അകത്തൂടെ കുറെ കോപ്രായങ്ങൾ കാണിക്കുന്ന കുറെ എണ്ണം ഉണ്ട്. അതും പോരാഞ്ഞിട്ട് ഇതേ സെയിം സാധനങ്ങൾ എടുത്ത് പുറത്തിടുന്ന അവളുമാരും ഉണ്ട്. അവരോടൊക്കെ നിങ്ങൾ ഈ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റും. കാരണം സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട്, സ്വന്തം ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളാ. ഇവിടെ ആ കുട്ടി 2022 എങ്ങാണ്ട് ഇട്ട ഒരു ഫോട്ടോയ്ക്ക് ഇപ്പോഴാണോ നിങ്ങൾക്ക് പ്രശ്നമായിട്ട് തോന്നിയത്? നമ്മുടെ നാട്ടില് ഈ മോഡലിംഗ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ സംഭവമാണ് ആ കുട്ടി അവിടെ ഇട്ട് പോസ്റ്റ് ചെയ്തേക്കുന്നേ. അല്ലാണ്ട് അവിടെ എവിടെയും കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നേ. നിങ്ങൾ ഇവിടെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ സംസാരിക്കുമ്പോൾ പലരും പറയുന്നത് ഇത് എന്തോ പിന്നെ തള്ള വൈബ്, ആന്റി വൈബ്, മുത്തശ്ശി വൈബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡീഗ്രേഡ് ചെയ്യാം. ഇത് നിങ്ങൾ ആ ഒരു തലത്തിൽ പഠിക്കാൻ മതി. ശരിയാണ്, ഒരു മുത്തശ്ശി വൈബ് എന്ന് തന്നെ എനിക്ക് പറയാനുണ്ട്. ഞാനിത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെ മുത്തശ്ശി വൈബ് എന്നൊന്നല്ല പറയേണ്ടത്. നിങ്ങൾ ഇപ്പോഴും പഴയ കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് ജനറേഷൻ കാലഘട്ടം ഉണ്ടല്ലോ, മുത്തശ്ശി എന്നല്ല, അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലാണ് നിങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത്. അതിന്റെ പ്രശ്നമാണിത്. ഹിപ്പോക്രിറ്റ്സ് ആയിട്ടുള്ള കുറെ കുട്ടികൾ കാണിക്കുന്ന പോക്കൃതരം ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന അമ്മമാർക്കുള്ള, അതായത് മഞ്ജു പിള്ളയുടെ മകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. മഞ്ജു പിള്ളയോടാണ് എന്റെ ചോദ്യം. ആകെ ഒരു മകളേ ഉള്ളൂ, നിങ്ങൾക്ക് അതിന് ഇത്തിരി മര്യാദ പറഞ്ഞു കൊടുത്തൂടെ? ഇതിനിങ്ങനെ കയറൂരി വിട്ടിരിക്കുവാണ്. ആ ഒരു പെങ്കൊച്ച് മോഡലിംഗിന്റെ പേരിൽ ചെയ്ത ഒരു ഫോട്ടോഷൂട്ട്, അതിനെ നിങ്ങൾ ഇങ്ങനെ കയറൂരി വിട്ടേക്കുവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതേ കാര്യങ്ങള് ഒരു ഇന്നർ മാത്രം ഇട്ടിട്ട് ഒരു ആൺകുട്ടി വന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഡയലോഗ് ചോദിക്കുമോ? ചോദിക്കത്തില്ല. പെൺകുട്ടികളായി കഴിഞ്ഞാൽ, പെൺകുട്ടികൾ എന്തേലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ആൾക്കാർക്ക് പലതും പറയാനുണ്ടാവും. മറിച്ച് ആൺകുട്ടികൾ ഈ പറഞ്ഞ പോലെ ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ ചോദ്യമില്ല, പറച്ചിലില്ല, അതിനെ അങ്ങ് കൈയടിച്ച് പാസ്സാക്കുമല്ലോ. ഈ ജിമ്മിൽ പോകുന്ന ആൺകുട്ടികൾ ഇടുന്ന ചില ഫോട്ടോസ് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അതിനൊന്നും കുറ്റം പറയാനില്ല. പെൺകുട്ടികളാണ്, അടങ്ങി ഒതുങ്ങി ജീവിക്കണം, അടങ്ങി ഒതുങ്ങി നടക്കണം, മറ്റേ ചുരിദാർ ഇട്ട് നടക്കണം. ഇതൊക്കെ ഈ മൈൻഡ് സെറ്റ് ഒക്കെ പഴയ മൈൻഡ് സെറ്റാ. ഇപ്പോഴത്തെ ജനറേഷനുള്ള പിള്ളേരൊന്നും അതിനൊന്നും കിട്ടത്തില്ല. അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അവരുടെ വീട്ടുകാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നാട്ടുകാർ വന്ന അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പോയി പണി നോക്കെന്ന് പറയും. അത്രേ പറയത്തുള്ളൂ. നിങ്ങൾ ഈ പറയുന്നതൊക്കെ നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെയും നിങ്ങളുടെ ജനറേഷന്റെയും പ്രശ്നമാണ്. ആ ജനറേഷൻ അല്ല ഇപ്പോ. മനസ്സിലാവാത്ത ഒരു കാര്യം, കുട്ടികളുടെ വിചാരം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരുടെ വിചാരം തുണി പറിച്ചങ്ങോട്ട് എറിയുന്നതാണ് സ്വാതന്ത്ര്യം. ഇതൊക്കെ നിങ്ങളെ ആരായി പഠിപ്പിക്കുന്നത്? ഈ തുണി പറിച്ചെറിയലാണ് സ്വാതന്ത്ര്യം. ഈ തുണി പറിച്ചെറിഞ്ഞതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന നിങ്ങള് ഈ ദയാ സുജിത്ത് എവിടെയാണ് തുണി ഇല്ലാതെ വന്നു നിന്നത്? നിങ്ങൾ പറയുന്ന കേട്ടാ തോന്നും തുണി ഒന്നുമില്ലാതെ ഫുള്ളായിട്ട് അഴിച്ചിട്ടാണ് വന്ന് നിൽക്കുന്നതെന്നുള്ളത്. അല്ലല്ലോ, മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ടാണ് ആ ഫോട്ടോഷൂട്ട് നടന്നേക്കുന്നേ. പെൺകുട്ടികൾ സൈക്കിൾ ചവിട്ടുന്നത് പോലും പ്രശ്നമായിരുന്നു. ഞാൻ എന്റെ നാട്ടിൽ ആദ്യത്തെ സൈക്കിൾ ഉപയോഗിച്ച വ്യക്തിയാണ്, ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്ത വ്യക്തിയാണ്. ഇതിനൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് മോശം കേട്ടിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, നിങ്ങളുടെ കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ജനറേഷന്റെ പ്രശ്നമാണ് നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ. അത് ആ സമയത്ത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അത് ശരിയാവുമായിരിക്കും. പക്ഷെ ഈ കാലത്ത് വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ശരിയാവത്തില്ല. പെൺകുട്ടി കാണിക്കുന്ന പോക്കൃത്തരം കണ്ടാലും എന്തൊക്കെയാണ് എന്റെ ഡ്രസ് കോഡ്? പോക്കൃത്തരായിട്ടൊന്നും കാണുന്നവർക്ക് തോന്നുന്നില്ല. പഴയ ജനറേഷനിലുള്ള ആൾക്കാർക്ക് തോന്നത്തേ ഉള്ളൂ. ഈ ജനറേഷനിലുള്ള ആൾക്കാർക്കൊന്നും ഇത് പോക്കൃത്തരായിട്ടൊന്നും തോന്നത്തില്ല. ഇപ്പൊ നമ്മള് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ടു, ഏത് വർഷത്തിലാണ് അത് പബ്ലിഷ് ആയത്? അതിന് ഇത്രയും കയ്യടി. ജയ 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 എന്ന സിനിമ കണ്ടു, അത് ഏത് വർഷത്തിലാണ് പബ്ലിഷ് ആയത്? ഇത്രയും കയ്യടി, ഇത്രയും അക്സെപ്റ്റൻസ്. ഞാനൊക്കെ എഴുന്നേറ്റ് കയ്യടിച്ചു. അങ്ങനെയൊക്കെ തിയേറ്ററിൽ കിടന്ന് പെർഫോം ചെയ്യുന്ന ഒരു അലകളിലേക്ക് ആ സിനിമ നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ പുല്ലിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഒരു ആറ്റി അവനായിട്ട് പൊട്ടിച്ചപ്പോ. പഴയ കാലഘട്ടത്തിൽ ഹസ്ബൻഡിന്റെ പേര് പറയാൻ പഠിക്കുന്നവരുണ്ട്. അയൽക്കൂട്ടം മീറ്റിംഗിൽ പറയുന്നത്, ഞാൻ 2 പെറ്റിട്ടാണ് ഞാൻ അങ്ങേരുടെ മോൻ തന്നെ കണ്ടെന്ന് പറയുന്ന പെണ്ണുങ്ങളും അഭിമാനമായി കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അടുക്കള വാരാന്തയ്ക്ക് ഇപ്പുറം പെണ്ണിന് സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു.
പെണ്ണ് ഇരുന്ന് ഒരു വിവാഹം അത് നിശ്ചയിക്കാൻ ഒക്കത്തില്ല. പെണ്ണ് മാത്രമാണുണ്ടെങ്കിൽ അവിടെ ഒരു വിവാഹ ബന്ധത്തിന്റെ ചർച്ച വെക്കത്തില്ല. ആണുങ്ങൾ വേണം, മാമാമാരെ വിളിക്കണം. എന്നത് മാറി മാറി വരുന്നു. മുലനെട്ടിൽ വെള്ളയ്ക്ക് തുന്നി പിടിപ്പിച്ചിരുന്നു റൗക്ക ഇട്ടതിന്. ഒരുപാടത്തില്ല, അതോ 30-കളിൽ 1930-കളിൽ അന്ന് നടന്ന ചാന്നാർ ലഹള. മാറുമറയ്ക്ക സ്വാതന്ത്ര്യമില്ല. പെണ്ണുങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ട്. ഈ കുട്ടി 13 വയസ്സുള്ള കുട്ടീനെയാണ് കൊണ്ടുപോയി ചിഹ്നഭിന്നമാക്കി കൊന്നു കളഞ്ഞത്. 30ഓളം പേര്. ഇന്നും സാമൂഹിക വ്യവസ്ഥയിൽ സ്ത്രീ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ മാത്രമാണ്. ഒരു മെറ്റീരിയൽ മാത്രമാണ്. എത്ര പറഞ്ഞാൽ നിനക്കത് മനസ്സിലാവും. ഇങ്ങനെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ് നിനക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ. ഇതൊരു മെറ്റീരിയൽ ആണോ? കോമൺ സെൻസ്. ഇതാണോ സ്വാതന്ത്ര്യം? ഇതാണോ ഫെമിനിസം? ഇതിനെയാണോ ഫെമിനിസം എന്ന് പറയും? ഇവിടെ നിങ്ങൾ തന്നെ പറഞ്ഞു 13 വയസ്സുള്ള പെൺകൊച്ചിനെ കൊണ്ടുപോയിട്ട് ഉള്ള കാര്യം. അപ്പൊ ആ പെൺകുട്ടി, അതായത് ദയയിട്ട ഡ്രസ്സിന്റെ പ്രശ്നമാണോ, അത് ചെയ്ത ആൾക്കാരുടെ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണോ? 13 വയസ്സുള്ള കുട്ടിക്ക് പോലും ഇവിടെ രക്ഷയില്ലെങ്കില് ആ ഡ്രസ്സ് ഇട്ട പെൺകൊച്ചിന്റെ പ്രശ്നമാണോ അല്ല ബാക്കിയുള്ള ആൾക്കാരുടെ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണോ? നിങ്ങൾ അതൊന്ന് ആലോചിക്കണം. കൊച്ചു കുഞ്ഞിനെ കാണുമ്പോ പോലും അവന് വാത്സല്യത്തിന് പകരം വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കില് അത് ആ കൊച്ചിന്റെ ഡ്രസ്സിന്റെ പ്രശ്നമല്ല, അവന്റെ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ്. അങ്ങനെയുള്ളടത്ത് ദയ ഇട്ട പോലുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും പർദ്ദ ഇട്ട് കഴിഞ്ഞാലും സെയിം അവസ്ഥ വരത്തുള്ളൂ. അല്ലാണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല. നാളെ എല്ലാരും കൂടെ പർദ്ദ ഇട്ട് വന്നാൽ പോലും ആ മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അത് മാത്രമേ തോന്നത്തുള്ളൂ. കഴിഞ്ഞിട്ടൊന്ന് കിടക്കണം. അപ്പോഴും ഭർത്താവ് വരും, നമുക്കൊന്ന് കളിക്കാം. ഇതിലൊക്കെ വില്ലിക്കാവേണ്ട ഓട്ടപ്പാച്ചിൽ ഈ ഭ്രാന്തെടുത്ത് ഓടുന്ന ഓരോ വീട്ടമ്മമാരും ഫേസ് ചെയ്യുന്നതാണ്. അതിന്റെ ഇടയിൽ കൂടെ വരുന്ന ആ കൈകൾ, തോണ്ടൽ, അതൊരു ശരീരം മാത്രമായിട്ട് കാണുന്ന ഒരു വൃത്തികെട്ട മെന്റാലിറ്റി ഈ സമൂഹത്തിൽ ആണുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന നിന്നെയൊക്കെ പോലുള്ള വിഷ ജന്തുക്കളാണ്, വേഷ ജന്മങ്ങളാണ്. നിങ്ങൾ ഈ വാക്ക് ഇവിടെ പറഞ്ഞു. ഞാൻ നിങ്ങളോട് അങ്ങോട്ടൊരു കാര്യം ചോദിക്കട്ടെ. നേരത്തെ നിങ്ങൾ പറഞ്ഞ 13 വയസ്സുള്ള പെൺകൊച്ച് എന്ത് ചെയ്തിട്ടാ? അവളും ഇതുപോലെ ഡ്രസ് ഇട്ടതിന്റെ പേരിലാണോ ഇതൊക്കെ അനുഭവിച്ചിട്ട് ഇതായത്? 1ഉം 2ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളെ വരെ ഇവിടെ ഈ രാജ്യത്ത് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കില് അത് ആരുടെ കുഴപ്പമാണ്? ആരുടെ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ്? ഇതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് നിങ്ങൾ സംസാരിക്കൂ. അല്ലാതെ ഒരു പെങ്കൊച്ച് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അവിടെ അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആമ്പിള്ളേരുടെ കൺട്രോൾ പോവും, മറ്റേത് ചെയ്യും എന്ന് നിങ്ങൾ പറയുന്ന ഈ ചിന്താഗതിയോട് യോജിക്കാൻ പറ്റത്തില്ല. സ്ത്രീയോടാണ് നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10 പതിലേതും ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിട്ടില്ല എവിടെ കിടന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, ഇരിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും. ആണുങ്ങള് കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിനിങ്ങനെ ഞാൻ വിടണമായിരിക്കും. താല്പര്യമാണോ നീ? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കുന്നതുകൊണ്ടാ. 3 വർഷം മുമ്പ് ഇട്ട പോസ്റ്റിന് ഇപ്പോഴാണ് ഇവർക്ക് ഇത്ര തളപ്പ്. എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഇപ്പോഴാണോ പോസ്റ്റ് കണ്ടേ? 3 വർഷം മുമ്പ് ഇട്ട പോസ്റ്റാ. എന്നിട്ട് അവർക്ക് ഇപ്പം തിളപ്പ് വന്നത് 2026 വിഷമം വന്നത് 2026 പറഞ്ഞു കൊടുത്തപ്പോ അരയും പുറയിട്ട് തുള്ളി കളിക്കുന്ന നീയൊക്കെ എന്താണ് പറയണെന്ന് അറിയാമോ? പച്ച മലയാളത്തിൽ പറയാം, എന്റെ ഉണ്ട് ഇതൊക്കെ. തുളയും വരയും വടയും ഉണ്ട്, വരൂ, ആയിക്കോ, ഞാൻ റെഡി. അതാണോ നീ? മഞ്ജുപിള്ള വളർത്തിയ മകളെ, നീ അതാണോ ഉദ്ദേശിക്കുന്നത്? ഇത് ഫാഷൻ അല്ലടി. ഇതിന്റെ പേര് ഫാഷൻ എന്നല്ല പറയാം, ഇത് പച്ചയ്ക്ക് വ്യഭിചാരം എന്ന. നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ വിവരമില്ലാത്തതിന്റെ ഒക്കെ കുറവാ. ശരിയെന്നാ കൂടുതലൊന്നും പറയാനില്ല. കാരണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. ഒരു ഫാഷൻ ഷൂട്ട് നടത്തിയതിന് ഇത്രയും ഒരാള് കേൾക്കണമെങ്കിൽ ഇവരുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും എന്നുള്ളത് ബാക്കിയുള്ള ആൾക്കാരൊന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഇതിന്റെ പേരില് എന്തൊക്കെ വന്നാലും ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാ. ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടില് 13ഉം 1ഉം 2ഉം ഒക്കെ വയസ്സുള്ള കുട്ടികള് ഈ കാലത്ത് ഇതിനൊക്കെ ഇരയാവുന്നുണ്ടെങ്കിൽ അത് അവരുടെ വസ്ത്രദാനത്തിന്റെ പ്രശ്നമാണോ അല്ല അതിന് നിൽക്കുന്ന ആണുങ്ങളുടെ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണോ? അതൊന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ശരിയെന്നാ.